X to the V, just get ready now. Yo. I'm not Sivagasi, I'm his brother now. It's amazing, blazing, how I got that. Another brother, you don't know that. Yeah, you don't know that. Get ready, steady, humming it right now. Set on X to the V, just get ready now. Yo, I'm not Sivagasi, I'm his brother now. Yeah, come on. నమస్కారం, బాగున్నావా? రండిరా. യു ഹേമ, എന്റെ ചേട്ടനെ നീ വഴക്ക് പറഞ്ഞല്ലേ? ചേട്ടനെയോ? അതെ, ഞാനും എന്റെ ചേട്ടനും ഇരട്ടകളാണ്, കണ്ടാൽ ഒരേപോലെ ഇരിക്കും. അവന്റെ പേര് ശിവകാശി, എന്റെ പേര് വൈകാശി. വൈകാശിയോ? എന്റെ അച്ഛന്റെ പേര് തെങ്കാശി, അമ്മയുടെ പേര് പൂരുട്ടാതി. ഹേയ്, ഇപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്റെ ചേട്ടനെ ഒരാണ് വഴക്ക് പറയുകയാണെങ്കിൽ അവൻ 6 ദിവസം പോലും ഒന്നും കഴിക്കില്ല. ഒരു പെണ്ണായ നീ വഴക്ക് പറഞ്ഞിരിക്കുന്നു. ആ അപമാനം സഹിക്ക വയ്യാതെ എന്റെ ചേട്ടൻ ഓടുന്ന ട്രെയിനിൽ എടുത്തു ചാടി. ട്രെയിനിന്റെ മുന്നിലോ? പിന്നല്ലാതെ 800 പേരാ തീർന്നത്. 800 പേരോ? అవును. ട്രെയിൻ മുൻപിൽ ഓടിയത് ആരാ? ശിവകാശിയല്ലേ? അതാ ട്രെയിൻ മറിഞ്ഞു പോയത്. അപ്പോ അയാൾക്ക് എന്തെങ്കിലും? അയാൾക്കൊന്നും പറ്റില്ല. ലൈറ്റ് സ്ക്രാച്ച്, അത് കുഴമ്പ് തേച്ച് ശരിയാക്കി. അതെ, നിങ്ങൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? അയാൾ എനിക്ക് ചേട്ടൻ, ഞാൻ അയാളുടെ അനിയൻ. ഞങ്ങൾ രണ്ടുപേരും ഇരട്ട കുട്ടികളാ. കണ്ടാൽ ഒരുപോലെ ഇങ്ങനെ ഇരിക്കും. വിഗിന് മാത്രമേ ഉള്ളൂ മാറ്റം. ഹെയർ സ്റ്റൈൽ മാറിപ്പോയി. నేను వకీల్ వెంగి, తమ్ముడు వంగి వేసు తాలు. What? బంగి? అవును, నువ్వు రెట్టపరవి, ఇవరు రెట్టపరవి, ఇవరు రెట్టపరవి, నేను రెట్టపరవిയെ ഇറക്കക്കൂടാതെ నేను ഇളിച്ചുവായിലാക അരാസപ്പറ. നിങ്ങൾ എന്തോ തട്ടിപ്പ് കാണിക്കുന്നുണ്ട്. എന്തോന്ന് തട്ടിപ്പാ? അന്ന് നീ എന്നോട് കൈയെടുത്തെന്തോ പറഞ്ഞല്ലോ. എന്തോ നിന്റെ ചേച്ചി സീരിയസ് ആണ്, ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞ് മറന്നോടി. അവളെ നീ ഇപ്പൊ കാണിക്കണം, ഇല്ലെങ്കിൽ മോളെ പിഴിഞ്ഞെടുക്കുന്നില്ല ഞാൻ. പിന്നെ മനസ്സിലാവുന്നത് പോലെ സംസാരിക്കും. എന്താ 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 നിന്നോട് മനസ്സിലാവുന്ന പോലെ സംസാരിക്കണ്ടേ? നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇവരോടൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോ. അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ, ഇവിടെ തന്നെ ഉണ്ടാകും. ഇത് വളരെ സീക്രട്ടായ ഒരു കാര്യമാണ്. തല പോകുന്ന കേസാണെങ്കിലും ശരി, അവന്മാരോടൊന്നും പോവില്ല. എന്റെ ഉറ്റ സുഹൃത്തുക്കളാ ഇവര്. നീ കാര്യം പറയണ്ടെന്ന്. ഓക്കെ, പറയാം. ഐ ലവ് യു, 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 ഐ ലവ് യു. എല്ലാവരും പുറത്തേക്ക് പോകും. ഞങ്ങള് നിന്റെ ചങ്ങാതികളെന്നല്ലേ പറഞ്ഞ, നിന്നെ വിട്ടു പോകേയില്ലടാ. വിട്ടുപോടാ. ഞങ്ങൾക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാ. ജീവൻ പോയാലും വെളിയിൽ പോവില്ല. ഇപ്പൊ നിങ്ങളാരും പോയില്ലെങ്കിലേ നിങ്ങൾ ഇവിടെ ഉണ്ടാവും, പക്ഷെ ജീവൻ മാത്രം കാണില്ല. ഐ വിൽ മീറ്റ് യു ഇൻ ദ കോർട്ട്. ജഡ്ജി പോലും വെളിയിൽ പോകാൻ എന്നോട് പറഞ്ഞിട്ടില്ല, ഇവൻ പറഞ്ഞു. പക്ഷേ അമേരിക്കൻ ഹൈക്കോടതിയിൽ 6 മാസമെങ്കിലും ഈ കേസ് തുടരും. ഇത്രയും ദിവസവും നമ്മൾ ഫ്രണ്ട്സ് അല്ലായിരുന്നോ? പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ സ്പീഡ് ഏടാങ്കൂലിയായി മാറിയത് അത് കണ്ടില്ലേ? പോയാ പോട്ടെ, ഞാൻ വക്കീൽ വെങ്കിയാ സംസാരിക്കുന്നത്. പ്രധാനം ഇപ്പൊ കാര്യം പറ. ഈ കേസിലെങ്കിലും ഫീസ് കിട്ടുമോ? കേസിലെങ്ങാനും നീ ഫീസ് വാങ്ങിച്ച? നീ വക്കീലല്ല, ബ്രോക്കറാ. എത്ര നേരായിട്ട് നോക്കിയിരിക്കുക, അവൻ ഇതുവരെ കാണുന്നില്ലല്ലോ. അനിയ, അകത്തെന്താ സംസാരിച്ചത്? ഞാൻ എന്റെ സത്യം വെളിപ്പെടുത്തി. പിന്നെ വലിയ പുള്ളിയാ. നടന്നത് വേഗം പറയടാ. ഈ ലവും മേടാ കൂടെ ഒന്നും എനിക്കിഷ്ടല്ല. ഇതും മനസ്സിൽ വെച്ച് എന്റെ പുറകെ നടന്നാലുണ്ടല്ലോ വിവരം അറിയും നീ. ജീവിതത്തിൽ ഒരാളെങ്കിലും പറയുന്ന കാര്യം ഒന്ന് അനുസരിച്ചോ. പ്രേമവും കുന്തവും എല്ലാം ചാക്കിനകത്ത് വെച്ച് കെട്ടിട്ട് പഠിക്കാൻ നോക്കടി. അതെ, നീ അല്ലേ കല്യാണ മണ്ഡപത്തിലേക്ക് വന്ന് ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞത്? എന്റെ അച്ഛനൊരു പണി കൊടുത്തല്ലേ ഞാൻ. എന്നിട്ട് എന്നോട് എന്തിനാ ഐ ലവ് യു എന്ന് പറയാൻ പറഞ്ഞത്? അതൊക്കെ ഒരു ടൈമിംഗ് ഡയലോഗ് ആടി, അത് അങ്ങനെ വരുള്ളൂ. ഞാൻ പറയുന്ന കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഒരാളോട് ഐ ലവ് യു എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു ലവും ഒറ്റ ലവറേ ഉള്ളൂ, അത് നീയാണ്. ഓ, നമ്മുടെ മധുവണ്ണന്റെ മാനസമേനെ വരൂ. ബി സീരിയസ്, നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഐ ലവ് യു. ആ, ഈ സിൻസിയർ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്നത്, പിന്നെ ചാകുന്നത്, ഇതൊക്കെ അല്ലേ? അല്ലേ അല്ലേ? നിന്റെ സിൻസിയർ ലവ് മനസ്സിലാക്കാൻ വേണ്ടി 10 നിലയുടെ മുകളിൽ ഞാൻ ചാടണം, ഓടുന്ന ബസ്സിൽ ഓടിക്കയറണം, ബീച്ചിൽ കൂടെ തുണിയില്ലാതെ ഓടണം. ഇങ്ങനെ മണ്ടത്തരമായ ടെസ്റ്റ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് യൂസ്ഫുൾ ആകുമോ? പക്ഷെ എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ മോളൊന്ന് ചെയ്യേ, ഒരു രാത്രി മുഴുവനും ഫുൾ നൈറ്റ് എൻ്റെ കൂടെ കിടക്കണം. എന്തു പറ്റി? ലവ് ജാമായി പോയല്ലോ. അറിയാടി നിന്റെ ജിഗിലാലങ്കടി പ്രേമത്തെ കുറിച്ചൊക്കെ.
എടാ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്ന്? ആ പെണ്ണിന് സഹിക്കാൻ കഴിയില്ലടാ. അവള് പോന്നടാ, എന്താ കണ്ടില്ല? ശിവകാശി, വിളിക്കടാ. പോയി തൊലയട്ടടാ. എടാ മോനെ, ഒരു പാവപ്പെട്ട പെണ്ണ് പണക്കാരനെ സ്നേഹിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. എന്നാൽ ഒരു പണക്കാരി പെണ്ണ് നിന്നെ പോലെ ഒരു പാവപ്പെട്ടവനെ സ്നേഹിച്ചാൽ അത് യഥാർത്ഥ സ്നേഹമായിരിക്കും എന്ന് ഉറപ്പാണ്. എടാ, നമ്മളൊരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവർക്ക് നമ്മൾ ജീവിതം കൊടുത്ത പോലെയാണ്. പണക്കാരി പെണ്ണുങ്ങളെ നമ്മൾ കല്യാണം കഴിച്ചാൽ അവര് നമുക്ക് ജീവിതം തന്ന പോലെയല്ലേ? ജീവിതം നമ്മളാ കൊടുക്കണ്ടേ, വാങ്ങാൻ പാടില്ലടാ. പാവപ്പെട്ടവളെന്നോ പണക്കാരി എന്നോ ഈ പെണ്ണ് നല്ലൊരു പെണ്ണാടാ. അതുകൊണ്ടല്ലേടാ അവള് വെറുക്കുന്ന പോലെ ഞാൻ പറഞ്ഞത്. അന്ന് സാരി ഉടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പ്രേമം കയറി കോർത്തു. ഇന്ന് സാരി അഴിക്കാൻ പറഞ്ഞപ്പോ പ്രേമം പൊട്ടിപ്പോയി. ദാറ്റ് ഇസ് ലൈഫ്. എടാ ശിവകാശി, നീ എന്നു മുതലാടാ ഇത്രയും വലിയ ജ്ഞാനിയായത്? അതെല്ലാം ഒരു ഉൾജ്ഞാനമാണടാ. അപ്പൊ ഞങ്ങൾക്ക് എന്താ ഒരു അറിവില്ലെന്നാണ് പറയുന്നത്? അല്ല, അവൻ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ കേട്ടില്ല? എന്താ ഇത്? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നീയല്ലേ പറഞ്ഞത് യൂസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന്? യൂസ് ചെയ്തോ? നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ ജീവിതാവസാനം വരെ ജീവിച്ചേനെ. ഇത് മുറപ്രകാരമുള്ള ജീവിതമല്ല. നീ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നിട്ട് നാളെ ഞാൻ പോയ്സൺ. ഇന്ന് പായല്, നാളെ മഞ്ചലില്. ദാറ്റ്സ് ലൈഫ്. എഴുന്നേക്കാൻ പറഞ്ഞില്ലേ? നിന്നോട് എഴുന്നേക്കാൻ. കഥ തുറക്ക്. എന്റെ ചേട്ടന്മാര് വന്നു. ഹേമേ, കഥ തുറക്ക്. ഇങ്ങനെ നാണം കെടുത്തിയല്ലോടി ഞങ്ങളെ. എന്ന് നീ പ്രേമത്തെ കുറിച്ച് അച്ഛനോട് പറഞ്ഞോ? അന്ന് അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചല്ലേ? ഞങ്ങൾക്ക് എതിരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുള്ളിൽ നിനക്ക് എന്താണ് ഇത്ര ധൃതി? അതുകൊണ്ടാ പറഞ്ഞത് തണ്ടി തരം നോക്കി പ്രേമിക്കണമെന്ന്. അവനിപ്പോ തനി സ്വരൂപം കാണിച്ചില്ലേ? വാ ഇങ്ങോട്ട്. എടാ ഇങ്ങോട്ട് നോക്ക്. 10 പേരെ അടിക്കുന്നത്, വീട്ടിൽ കയറി വന്ന് വെല്ലുവിളിക്കുന്നത് ഇതൊന്നും ആണത്തമല്ല. സ്നേഹിക്കുന്ന പെണ്ണിനെ താലി കെട്ടിയിട്ട് അതിനുശേഷം അവളൂടെ കടക്കുന്നവനാണ്. വാടി ഇങ്ങോട്ട്. എടാ ശിവകാശി, ആ പെണ്ണിന്റെ പേരെന്താ? ഹേമയോ അല്ലെങ്കിൽ കോമയോ? 3 ദിവസമായിട്ട് ആളെ കാണുന്നില്ല. ചേട്ടാ. എന്താടാ ദിനേശേ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഫീസെല്ലാം അടച്ചല്ലോ? ഫീസൊക്കെ അടച്ചു ചേട്ടാ. അല്ല, ചേട്ടൻ്റെ ഈ ചെയിൻ കൊടുത്തിട്ട് പോകാൻ വന്നാ. മാല കൊടുത്തിട്ട് പോകാൻ വന്നു. പിന്നെ എങ്ങനെടാ ഫീസ് അടയ്ക്കാ? ഈ ചെയിൻ വെച്ച് തന്നെ ഫീസ് അടച്ചത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ സഹായിച്ചു. ആ പൈസ കൊടുത്തിട്ട് ഈ ചെയിനിങ് എടുത്തു. ചേട്ടാ, ഈ ചെയിൻ ആ പെണ്ണിന് തിരിച്ചു കൊടുത്തേക്ക് ചേട്ടാ. എടാ, എന്താ നീ ആ പെണ്ണ് ഒരു കോളേജിൽ തന്നെയല്ലേ പഠിക്കുന്നേ? നീ ഈ മാല നേരിട്ടങ്ങ് കൊണ്ടു കൊടുത്താ പോരെ? എന്തിനാ ഇവനെ എല്ലാത്തിനും വലിച്ചടിക്കുന്നേ? അല്ല ചേട്ടാ, ആ പെണ്ണ് 3 ദിവസമായിട്ട് കോളേജിലേക്ക് വരുന്നില്ല. 3 ദിവസമായിട്ട് കോളേജിൽ വരുന്നില്ലെന്നോ? അവൾ എല്ലാ ദിവസവും കടയിലൊക്കെ വരുന്നതാണല്ലോ. ഇപ്പൊ കോളേജിലും കാണുന്നില്ലെന്നാണോ? എടാ ശിവകാശി, എനിക്ക് പേടി തോന്നുന്നടാ. നീ നിന്റെ ജോലി നോക്കടാ. ജോലി നോക്ക് നീ ഇങ്ങനെ. ഞങ്ങളും പ്ലാറ്റ്ഫോം ഫാമിലി തന്നെ. എന്റെ ഫാമിലിക്ക് നിന്റെ കൂടെ കൂട്ടുകൂടുന്ന ഇഷ്ടമല്ല. ഇവനോട് ചോദിക്ക്, ഇവന്റെ അമ്മ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ കൂടെ കൂട്ടുകൂടരുതെന്ന്. ഞാനിപ്പൊ പറയാ, നിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ ദേഷ്യത്തിന് അവര് തന്നെ നിന്നെ വെറുത്തു പോയനെ. അങ്ങനെയുള്ള നിന്നെ ഒരു കോടീശ്വരി ദേവത പോലെയുള്ള ഒരു പെണ്ണ് നിന്നെ അന്വേഷിച്ചു വന്ന് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ നിന്റെ പെറ്റാമ്മേക്കാളും മുകളിലാടാ സ്ഥാനം. എടാ, ഇടയ്ക്കിടയ്ക്ക് നീ അനാഥനാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ പെണ്ണ് മാത്രം എനിക്ക് കിട്ടിയാ നിനക്ക് എല്ലാം കിട്ടിയതുപോലെയാ. ആ പെണ്ണിന്റെ ചേട്ടന്മാര് അവളെ തെറ്റിദ്ധരിച്ച് വലിച്ചഴിച്ചോണ്ട് പോയിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരു പെണ്ണ് തെറ്റ് ചെയ്താൽ നല്ല അടി കൊടുത്ത് തിരുത്തും. എന്നാൽ വലിയ വീട്ടിലൊരു പെണ്ണ് തെറ്റ് ചെയ്താൽ അടിച്ച് കൊന്നുകളയേ ഉള്ളൂ. അങ്ങനെ തെറ്റിദ്ധരിച്ച് അതിന്റെ അച്ഛനും ചേട്ടനും അതിനെ അടിച്ചു കൊന്നിരുന്നെങ്കിൽ അതവര് കൊന്നതായി വരില്ലടാ, നീ കൊന്നതായിട്ട് വരും. കൊല ചെയ്തത് അവരല്ല, നീയാണ്. ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ പാപം നീ അനുഭവിക്കേണ്ടി വരും. ഇങ്ങോട്ട് നോക്ക് ശിവകാശി, നീ ആ പെണ്ണിനെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യും. അവള് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വന്ന് ഞങ്ങളോട് പറ, ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി.
ബൈക്കിന്റെ താക്കോല്. എവിടെയാടാ ഹേമ? എവിടെ ചോദിച്ച കേട്ടില്ലടാ. എവിടെയാടാ ഹേമ? അവിടെ എവിടെയാണെന്ന് ചോദിച്ചത്. എവിടെയാടാ ഹേമ? ദാ, എവിടാന്ന്? നിർത്തടാ. റൗഡിസം കാണിക്കാ, അകത്തൊന്ന് ഗുണ്ടായിസം എടുക്കുക. വേണ്ട. ഹേമ എവിടെ? അവളെന്റെ മോളാ, അവളെ പറ്റി ചോദിക്കാൻ നീ ആരാ? അവളെ ഞാൻ സ്നേഹിക്കാം. ഇപ്പൊ എന്റെ കൺമുമ്പിൽ അവള് ജീവനോടെ വന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഒരുത്തനും ഇവിടെ ഉണ്ടാവില്ല. വെട്ടി അരിയും ഞാൻ. എവിടെ അവളെ? തന്നോട് ചോദിച്ച കേട്ടില്ലേ? പറയണോ എന്റെ ഹേമ എവിടെ? പറയാൻ ഹേമ എവിടെ? എടോ പറയാൻ. സോറി അച്ഛാ. അതൊക്കെ പോട്ടെ മോളെ. നിന്നെ കിട്ടാൻ വേണ്ടി അവൻ എപ്പോ ഞങ്ങളെ കൊല്ലാൻ വന്നോ തീർച്ചയായും അവൻ നിനക്ക് വേണ്ടി ജീവൻ കളയും. ഇതിനേക്കാൾ നല്ലൊരു ചെറുക്കനെ ഇനി എനിക്ക് നോക്കാൻ വയ്യ. നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. പെണ്ണിനെങ്കിലും മുറപ്രകാരം വന്ന് ചോദിക്കാൻ പറ. എവിടെയാണ് ശിവകാശി? വീട്ടിൽ പോയതാണ്. വീട്ടിലേക്കോ? എന്തിനാ എന്റെ അച്ഛനെ വെട്ടാൻ പോയത്? നിന്നോടാ ചോദിച്ചേ എന്തിനാ വെട്ടാൻ പോയതെന്ന്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് ഓർത്തുപോയി. അതെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ നോക്കാൻ എന്റെ അച്ഛനുണ്ട് കേട്ടോ. പിന്നെ ചേട്ടന്മാരുണ്ട്, ബാംഗ്ലൂരിൽ ഒരു അമ്മാവനുണ്ട്, ഹൈദരാബാദിൽ ഒരു ചിറ്റപ്പനുണ്ട്. അങ്ങനെ എന്നെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നാ നിന്നെ നോക്കാൻ ആരാ ഉള്ളത്? എന്താ നീ ഉണ്ടാവില്ലേ? ഞാനോ? ഞാൻ നിന്റെ ആരാന്ന് പറഞ്ഞേ? നിന്നെ നോക്കാൻ ഞാൻ ആരാണെന്ന് പറ. എന്റെ ലവറാ. എന്നുവെച്ചാൽ ദിവസം 100 SMS അയക്കുന്നു, നീ എനിക്ക് ഫോൺ ചെയ്ത് മാസം തോറും 5000 രൂപ ബില്ലടയ്ക്കുന്നു, ആഴ്ചയിൽ 4 സിനിമ, 3 പ്രാവശ്യം ബീച്ച് എന്ന് വേണ്ട എന്നോടൊപ്പം അളഞ്ഞളിഞ്ഞ് ക്ഷീണിച്ചല്ലേ. ശരി, അതെല്ലാം പോട്ടെ. ഇവിടെ നീ ഒറ്റയ്ക്കാണ്, ഞാനും ഒറ്റയ്ക്കാണ്. ഞാൻ വന്ന ഉടനെ നീ എന്നെ കെട്ടിപ്പിടിച്ചോ? ഉമ്മ തന്നോ? കാറ്റ് കടക്കാത്ത വിധം എന്നെ ഇറുക്കി കെട്ടിപ്പിടിച്ച് മതി മതി എന്ന് പറയുന്ന വരെ എനിക്ക് ഉമ്മ തന്നായിരുന്നോ? ഒന്ന് പറഞ്ഞേ. പിന്നെ എങ്ങനെയാ ഞാൻ നോക്കാൻ പറയുന്നേ? എന്നെ കെട്ടിപ്പിടിച്ചോ? എനിക്ക് ഉമ്മ തന്നോ? ഒന്ന് പറഞ്ഞേ. ഞാൻ പിന്നെ എങ്ങനെ നോക്കാനാ? ആരുമില്ല. തെളിമാനം മഴവില്ലും നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകും നീ തണുനീറൻ കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ